അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂലൈ 31 അവസാനിച്ച ക്ലർക്ക് റാങ്ക് പട്ടികയിൽ നിന്നും എത്ര നിയമനങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര ഒഴിവുകളാണ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ ധാരാളം ഉദ്യോഗാർത്ഥികൾ നിത്യവും ചോദിക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തത്. ജൂലൈ 31 1500 ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തു എങ്കിലും 14 ജില്ലകളിലായിട്ട് ഇത്രയും ഒഴിവുകൾ PSCയിൽ എത്തിയത് എത്രയാണ്? 1501 ഒഴിവുകൾ PSCയിൽ എത്തിയത്. എന്നാൽ ഇതിൽ 637 ഒഴിവുകൾ കോടതി നിർദ്ദേശപ്രകാരം പ്രൊവിഷനായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രൊവിഷണൽ ഒഴിവുകളുടെ തീരുമാനത്തിന് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബാക്കിയുള്ള 864 ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ ജില്ലാ ഓഫീസുകളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ അഡ്വൈസുകൾ അയക്കാൻ തുടങ്ങുന്നതാണ്. അതുപോലെ തന്നെ ജൂലൈ 31 കാലാവധി വെച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് ഈ നിയമന ശുപാർശകൾ അയക്കുന്നത്. കോടതി പുറപ്പെടുവിക്കുന്ന അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കും റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിലേക്കുള്ള നിയമന ശുപാർശ തയ്യാറാക്കുക. ഈ പ്രൊഫഷണൽ ഒഴിവുകളിൽ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ 14 ജില്ലകളിലായിട്ട് നിലവിലെ 11,750 നിയമന ശുപാർശകളാണ് ഇതുവരെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും ഉണ്ടായത്. അപ്പോൾ ഈ 864 ഒഴിവുകളും കൂടി വരുമ്പോൾ ഏകദേശം 12,614 നിയമനങ്ങൾ ആകാനാണ് സാധ്യത. അത്രയധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെല്ലാം തന്നെ അഡ്വൈസ് അയക്കാൻ വേണ്ടിയിട്ട് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പരമാവധി ഒഴിവുകൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്ത പരമാവധി ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ ഉടൻ തന്നെ അയക്കാൻ വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 378 ഒഴിവുകളാണ് ജൂലൈ 31 PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്ത്. അവസാന ദിവസമായ ജൂലൈ 31 തിരുവനന്തപുരത്ത് 85 ഒഴിവിലേക്കാണ് ഇനി നിയമന ശുപാർശ അയക്കാനുള്ളത്. അതുകൂടാതെ അതിൽ 8 എണ്ണം സൂപ്പർ ന്യൂമറി തസ്തികകളിലാണ്. 19 എണ്ണമാണ് 31 തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇനി കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ലയിലെ 12 ഒഴിവുകളിലേക്ക് ഇനി നിയമന ശുപാർശ അയക്കാനുണ്ട്. ജൂലൈ 29 വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾക്ക് നിയമന ശുപാർശ അയച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ അവസാന ദിവസം 8 ഒഴിവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട ജില്ലയിൽ 37 ഒഴിവിൽ നിയമന ശുപാർശ അയക്കാനുണ്ട്. അതിനു പുറമെ പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്ത് 29 ഒഴിവ് കൂടിയുണ്ട്. കൂടാതെ 31 റിപ്പോർട്ട് ചെയ്ത് 27 ഒഴിവിൽ 2 എണ്ണം പ്രൊവിഷണലാണ്. ഇനി ആലപ്പുഴയിൽ 38 നിയമന ശുപാർശ തയ്യാറാകുന്നു. അതുകൂടാതെ കോടതി നിർദ്ദേശപ്രകാരം പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്ത 57 ഒഴിവുകൾ വേറെ ഉണ്ട്. 31 റിപ്പോർട്ട് ചെയ്ത പ്രൊഫഷണൽ ഒഴിവുകൾ 51 എണ്ണവും പ്രൊഫഷണലാണ്. കോട്ടയത്ത് 73 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ തയ്യാറാക്കുന്നുണ്ട്. അവസാന ദിവസമായ ജൂലൈ 31 4 ഒഴിവുകളിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിൽ 51 ഒഴിവിലേക്ക് നിയമന ശുപാർശ തയ്യാറാകുന്നു. അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയി റിപ്പോർട്ട് ചെയ്ത 3 ഒഴിവുകൾ വേറെയുണ്ട്. 31 ഒരൊറ്റ ഒഴിവ് മാത്രമേ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എറണാകുളത്ത് 79 ഒഴിവിലേക്ക് നിയമന ശുപാർശ തയ്യാറാവുന്നു. അത് ഉടൻ അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു പുറമെ 78 ഒഴിവുകൾ പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 31 83 ഒഴിവുകൾ ആകെ റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഒഴിവിൽ 58 എണ്ണവും പ്രൊഫഷണലായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. തൃശ്ശൂരിൽ നിന്ന് 116 ഒഴിവുകളാണ് നിയമന ശുപാർശകളാണ് ഉടനെ അയക്കാൻ പോകുന്നത്. അവയിൽ 20 എണ്ണം സൂപ്പർ ന്യൂമറി തസ്തികകളിലാണ്. 31 5 ഒഴിവാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ അടുത്തത് പാലക്കാട് ജില്ല എടുത്താൽ പാലക്കാട് 91 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നിയമന ശുപാർശ അയക്കുന്നതാണ്. ഇതിനു പുറമെ 240 ഒഴിവ് പ്രൊഫഷണലായിട്ട് റിപ്പോർട്ട് ചെയ്തു. അവസാന ദിവസം റിപ്പോർട്ട് ചെയ്ത 91 ഒഴിവിൽ 88 എണ്ണവും പ്രൊഫഷണലാണ്. ഇനി മലപ്പുറം ജില്ല, മലപ്പുറത്ത് 40 ഒഴിവിലേക്ക് നിയമന ശുപാർശ തയ്യാറാക്കും. അവസാന ദിവസം 10 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി അടുത്ത കോഴിക്കോട് ജില്ല, കോഴിക്കോട് ജില്ലയിലെ 93 നിയമന ശുപാർശകൾ ഇനിയും തയ്യാറാകുന്നുണ്ട്. അതിൽ ഒരെണ്ണം സൂപ്പർ ന്യൂമറിയാണ്. അവസാന ദിവസം ഈ ജില്ലയിൽ 5 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തത്.
ഇനി വയനാട് 30 ഒഴിവുകളിലേക്ക് നിയമന ശുപാർശ ഉടൻ അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ നടപടികളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ജില്ലയിലും കൃത്യമായിട്ട് തന്നെ എഴുതി നിയമന ശുപാർശയെ സംബന്ധിച്ച് കൃത്യമായിട്ട് എഴുതി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കോഴിക്കോട് 93 നിയമന ശുപാർശകൾ തയ്യാറാകുന്നുണ്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ 30 ഒഴിവിലേക്ക് നിയമന ശുപാർശ ഉടനയക്കും. അതിൽ 3 എണ്ണമാണ് അവസാന ദിവസം റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിൽ ഇനി 267 ഒഴിവിൽ നിയമന ശുപാർശ തയ്യാറാക്കാനുണ്ടെങ്കിലും അതിൽ 184 എണ്ണവും പ്രൊഫഷണൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ബാക്കി 83 എണ്ണത്തിലേക്കുള്ള നിയമന ശുപാർശ ഉടനയക്കും. ജൂലൈ 31 മാത്രം റിപ്പോർട്ട് ചെയ്ത 34 ഒഴിവില് 29 എണ്ണവും പ്രൊഫഷണലാണ്. കാസർഗോഡ് അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത 80 ഒഴിവില് 44 എണ്ണവും പ്രൊഫഷണലാണ്. ബാക്കിയുള്ള 36 ഒഴിവിലേക്ക് നിയമന ശുപാർശ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ അയക്കുമെന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അവസാന ദിവസം 41 ഒഴിവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും പ്രൊഫഷണൽ അല്ലാത്ത 14 എണ്ണത്തിലെ നിയമന ശുപാർശ അയക്കാനാകൂ. ബാക്കി 27 എണ്ണവും പ്രൊഫഷണൽ ഒഴിവാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും ഇനിയിപ്പോൾ അഡ്വൈസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ഉടൻ തന്നെ അഡ്വൈസുകൾ കൃത്യമായിട്ട് ഓരോ ജില്ലയിലും ഞാൻ പറഞ്ഞ ക്രമത്തിൽ അഡ്വൈസുകൾ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കും. കൃത്യമായിട്ട് അതിൻ്റെ റൊട്ടേഷൻ പ്രകാരമുള്ള ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കാനുള്ള കൃത്യമായിട്ടുള്ള അഡ്വൈസുകളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയുമാണ് ഓരോ ജില്ലയിലും കണക്കുകൾ. കൃത്യമായിട്ട് അഡ്വൈസ് അയക്കാൻ നടപടികൾ പൂർത്തിയായിരിക്കുകയാണ്. ഉടൻ തന്നെ അഡ്വൈസുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.